കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണാഘോഷവും സഹയാത്ര സ്ഥാപകൻ വി ബാലകൃഷ്ണന്റെ 80-ാം പിറന്നാൾ ആഘോഷവും നടത്തി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. സംസ്ഥാന അവാർഡ് ജേതാവ് ബീന R ചന്ദ്രൻ, ഡോക്ടർ സന്തോഷ് ഗീവർ, ആർട്ട് ഡയറക്ടർ അജയൻ ചാലിശ്ശേരി എന്നിവർ മുഖ്യ അതിഥികളായി സഹയാത്രയുടെ ഉപഹാരവും നൽകി. CV ബാലചന്ദ്രൻ, PR കുഞ്ഞുണ്ണി എന്നിവർ ചേർന്ന് വി ബാലകൃഷ്ണനെ പൊന്നാട അണിയിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് MM അഹമ്മദുണ്ണി, KC കുഞ്ഞൻ, യൂസഫ് പണിക്കവീട്ടിൽ, വാസുണ്ണി പട്ടാഴി, ദീപ ടീച്ചർ, മോഹനൻ പൊന്നുളി, C പ്രേമരാജൻ, KN ഡിജി, ശശിമാഷ്, TA രണദിവെ, ഗോപിനാഥ് പാലഞ്ചേരി എന്നിവർ സംസാരിച്ചു. നിരവധി വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും വി ബാലകൃഷ്ണനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. സ്വാഗതം ആശംസിച്ചത്. വേദിയിലേറെ ആദരിക്കപ്പെടുന്നത് നമുക്കെല്ലാം അഭിമാനമായ കേരളത്തിനപ്പുറം ഭാരതത്തിനപ്പുറം നമ്മളെല്ലാം ഏറെ നമുക്ക് അഭിമാനമായി, പ്രത്യേകിച്ച് ചാലിശ്ശേരിയുടെ അഭിമാനമായ പ്രിയങ്കരനായ അജയൻ ചാലിശ്ശേരി. സ്വാഗതത്തിൽ പ്രിയപ്പെട്ട രണദിവെ സ്വാഗതം പറഞ്ഞപ്പോൾ പ്രിയങ്കരനായ ബാലകൃഷ്ണന്റെ ക്ലാസ്മേറ്റിനായിരുന്നു അദ്ദേഹത്തിന് പിതാവ് എന്ന് സൂചിപ്പിച്ചു. അപ്പം ഞാൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. എന്നേക്കാൾ 5-6 വർഷം സീനിയറാണ് പ്രിയപ്പെട്ട വി ബാലകൃഷ്ണൻ. ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ 7-ാം ക്ലാസ്സിൽ അപ്പുണ്ണി പഠിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പിതാവ്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും 3-4 വർഷം അപ്പുണ്ണി അദ്ദേഹത്തിൻ്റെ പിതാവ് സ്കൂൾ മറ്റെല്ലാ രംഗത്തും കൊല്ലടിപ്പറമ്പിൽ ഫാമിലി എന്ന് പറയുന്നത് അതൊരു കലാ സാംസ്കാരിക കായിക രംഗത്ത് നമ്മുടെ അഭിമാനമാണ്. സഹയാത്രയുടെ ഉപഹാരം സഹജീവികളെ ചേർത്ത് പിടിക്കുന്ന ഈ നന്മ മനുഷ്യന് പിറന്നാൾ ആശംസകൾ നേരട്ടെ. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയാറുള്ളതാണ്, അവർ വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഷുഡ് ബി മാച്ച്ഡ്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എപ്പോഴും ഒന്നായിരിക്കണം. ഒന്ന് പറയുക, മറ്റൊന്ന് പ്രവർത്തിക്കുക. ഇവിടെ കാണുന്ന കുറേ മുഖങ്ങൾ ഞാൻ ആ ഒരു വാല്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ എവിടേക്ക് ക്ഷണിച്ച ശശി, അതുപോലെ വാസുവേട്ടൻ, അതുപോലെ കുറേ അപ്പോട്ടൻ, കുറേ ആളുകളുണ്ട്. ഇവരൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്തരം അവസരങ്ങൾ ഒരുക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതം പറഞ്ഞ ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം വളരെയധികം ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ എൻ്റെ കുട്ടികളും സ്കൂളും ഒക്കെ ആയിട്ട് നാടകമായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു അവാർഡ് ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഉദ്ഘാടകൻ പ്രസംഗിച്ചതുപോലെ അവസ്ഥകൾ നന്നാവുമ്പോൾ നമ്മളെ കൂടെ എല്ലാവരും ഉണ്ടാകും. അവസ്ഥ മോശമായി എനിക്ക് ഈ അവസ്ഥ വന്നപ്പോഴാണ് ഒരുപാട് ആളുകളെല്ലാവരും പല വേദികളിലേക്കായിട്ട് എന്നെ വിളിക്കുന്നത്. ഏത് നിമിഷവും അവസ്ഥ മോശമാവുകയും നേരെ തിരിച്ചു പോവുകയും ചെയ്യാമെന്ന് എൻ്റെ മനസ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നാടകവും സിനിമയും തമ്മിലുള്ള അന്തരവും ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് സമയം കുറവാണ്. തടവ് എന്ന സിനിമ എനിക്ക് ഒരുപാട് വിശാലമായ ഒരു ലോകമാണ് എനിക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പല ഞാൻ കുറെ വളരെ മണിക്കൂറുകൾ കണ്ട സാധനം ഒരു മിനിമലായിട്ട് പറയുന്നത് പോലും ഒരു മിനിമം ഒരു 1-2 മണിക്കൂർ പിടിച്ചിട്ടുണ്ടാക്കി, മിനിമലായിട്ട് പറഞ്ഞു. അപ്പൊ അതിലൊരു കാര്യം പറഞ്ഞത് നമുക്ക് എല്ലാ ആളുകളും പെട്ടെന്ന് ഇമോഷൻ ഭയങ്കര കറക്റ്റായിട്ട് മനസ്സിലാവും. ആ ഒരു കാലഘട്ടത്തില് ബാലകൃഷ്ണന്റെ 7-ൽ പള്ളി സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ
എന്നോട് പറഞ്ഞെന്നുള്ളൊരു വിഷ്വലാണ് ഞാൻ വായിച്ചത്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഉച്ച സമയത്ത് എല്ലാ ആളുകളും വിശന്നിരിക്കും. ഞാൻ ചോദിച്ചു നടന്നു, ഭക്ഷണം കൊണ്ടുപോകുമോ ആ കാലഘട്ടത്തൊക്കെ എന്ന് ചോദിച്ചു നടന്നു. അപ്പൊ അത് കൊണ്ടുപോകാറില്ല, കഴിക്കാൻ പറ്റാറില്ല, കഞ്ഞിയാണ് ഉണ്ടാവുക. ആ കഞ്ഞി ഞാൻ അടുത്തൊരു വീട്ടിന്റെ ബാക്കില് എൻ്റെ അമ്മ അലക്കുന്നുണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യൻ വീട്ടിൽ അലക്കുന്നുണ്ടായിരുന്നു. ആ അലക്കുന്നതിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്കായുള്ള കഞ്ഞി അവിടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷെ പലപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് വിടുമ്പോൾ ഓടിപ്പോയിട്ട് ആ കഞ്ഞി ഞാൻ എടുത്ത് കുടിച്ചിട്ട് ഞാൻ തിരിച്ചു ഓടി സ്കൂളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ബാലകൃഷ്ണൻ അത് വിചാരിച്ചിരുന്നത് അത് ആൾക്കായിട്ടുള്ള കഞ്ഞി ഒഴിച്ചു വെച്ചതായിരിക്കുന്ന പലപ്പോഴും ഒരു കാലഘട്ടം വരെ വിചാരിച്ചിരുന്നത്. പിന്നെയാണ് അത് മനസ്സിലാവുന്നത് അമ്മയ്ക്ക് ആ വീട്ടിൽ നിന്നുള്ള കുറച്ച് കഞ്ഞി ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഒരു വിഷ്വല് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ഒരു ജീവിതം, അതായത് നമുക്ക് കഞ്ഞി അല്ലെങ്കിൽ നമുക്ക് ഇന്നൊക്കെ ഏതൊരാളാണെങ്കിലും കഞ്ഞി കുടിക്കുന്ന ഒരു ആൾക്കാർ ബ്ലോക്ക് മെമ്പർ കൂടിയായ മാളിയേക്കൽ ബാബുവിനും അഭ്യർത്ഥിക്കുകയാണ്. ഉപകാരസമർപ്പണം നടന്നത് മാളിയേക്കൽ ബാബ സഹയാത്രയുടെ രക്ഷാധികാരി പട്ടാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ. അടുത്തതായി അജയൻ ജാൻ അടുത്തതായി ബാലേട്ടന് ഉപഹാരം കളിച്ചു വളർന്ന അദ്ദേഹത്തോടൊപ്പം പഠിച്ചു വളർന്ന ക്ലാസ്മേറ്റ്സിനെയാണ് അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ കുസൃതി കാണിക്കുന്നുണ്ടോ? ചെറുപ്പത്തിൽ പഠിക്കുമ്പോഴുള്ള കുസൃതി ചെയ്ത് കാണിക്കുന്നുണ്ടോ? ബാലേട്ട എന്തുവാ സാമ്പത്തിക ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ബാലേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി വിജയൻ യാത്രയിൽ നന്ദി വിജയ കണ്ടാടാനിക്കുന്നതിന് വേണ്ടി വിജയൻ. ഈ കണ്ടാടാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബഹറൈനിലെ സുഹൃത്താണ്. വേദിയിലേക്ക് ശ്രമിക്കുകയാണ്. ബാങ്കിന് വേണ്ടി ഇതിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സേവം മംഗലത്തിനെ ക്ഷണിക്കുന്നു. അടുത്തായി ഡോക്യുമെന്ററിയുടെ അവതരണമാണ്. 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ബാലനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ആകുമ്പോൾ ഒരു ചുരുങ്ങിയ ക്യാൻവാസ് എടുക്കാവുന്ന ഈ ഒരു ഉദ്യമം നിർവഹിച്ചതിന് സഹയാത്ര അദ്ദേഹത്തോട് സമർപ്പിക്കുന്നു. അദ്ദേഹത്തോട് കൃത്യത രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, കാഴ്ചക്കാരാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സദസ്സിൽ എല്ലാവരും ഉണ്ടാകും. അസ്തമിക്കാൻ പോകുന്നു.
ആരാണ് എൻ്റെ ജോലി തുടരുക? അസ്തമിക്കാൻ പോകുന്നു. ആരാണ് എൻ്റെ ജോലി തുടരുക? ആരും വേണ്ടിയില്ല. ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിൽ ആയുരാരോഗ്യ സൗഖ്യം അദ്ദേഹത്തിന്. അതിനുശേഷം സ്വന്തം കാര്യം നിൽക്കാൻ കഴിയുന്ന സാമ്പത്തിക ശേഷി അതിനുശേഷം അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും അതോടൊപ്പം തന്നെ സൗഭാഗ്യങ്ങളും കാണട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥലത്ത് 1 ഏക്കർ സ്ഥലം പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി